ജമ്പ് ഓൺ ദ ട്രെയിൻ. ഓക്കെ, ചാടണോ? ഇത് ഏത് വഴിയാടാ ചാടുന്ന? ട്രെയിനൊക്കെ അതുവഴി പോയില്ലേ? ഇല്ല, ട്രെയിൻ ഇതുവഴിയായിട്ടാ പോണോ? അപ്പൊ ഇതുവഴി ചാടണോ? എന്റെ പൊന്നെ, ട്രെയിനിന്റെ വണ്ടേ ചാടി കയറണോ? ഏടാ നൈസ്! എന്ത് ശാന്തസുന്ദരമായ അന്തരീക്ഷം. ഇതൊക്കെ കളിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ആ ഗ്രാഫിക്സ് നോക്കുക, ആ സ്ഥലങ്ങൾ നോക്കുക, ആ മ്യൂസിക് നോക്ക്. വാവ്. സോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്നൊരു പുതിയ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് റെഡ് ഡെഡ് റിഡംപ്ഷൻ 2. അതെ, RDR 2. ഈ ഗെയിമിനെ കുറിച്ച് ഞാൻ അധികം പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ റിയൽ ലൈഫായിട്ട് മോസ്റ്റ്ലി കമ്പയർ ചെയ്യാൻ പറ്റിയ ടോപ്പിൽ നിൽക്കുന്ന കുറച്ച് ഗെയിമിൽ ഒരു ഗെയിമാണ് ഈ ഗെയിം, RDR 2. ഓക്കെ, നമ്മളെ ഫസ്റ്റ് ഗെയിം പ്ലേ ആണിത്. ഇതിൻ്റെ സ്റ്റോറി ഞാൻ സ്റ്റോറി മുമ്പേ കുറച്ച് കളിച്ച് കഴിഞ്ഞു. അത് അത്ര വലിയ സ്റ്റോറിയൊന്നുമല്ല. ഇപ്പം നമ്മൾ അടുത്തുനിന്ന് ഒരു ക്യാമ്പ് എങ്ങാണ്ടൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് എന്തോ ഒരു മാപ്പ് കിട്ടും. ആ മാപ്പിനകത്ത് നിന്ന് ഏതോ ട്രെയിൻ കൊള്ളയടിക്കണമെന്നാണ് പറയുന്നത്. അപ്പം അവന്മാർ കൊള്ളയടിക്കാൻ വെച്ചത്, അവന്മാരെ മൊത്തം കൊന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു അറ്റാക്ക് ചെയ്യേണ്ട സ്ട്രാറ്റജി അതുണ്ടല്ലേ, വെടിവെക്കുമ്പോഴൊക്കെ ആ ബാക്കിയുള്ളവന്മാരൊക്കെ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടോ? അതാണ് RDR 2. ഇതൊക്കെ എന്ത് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അങ്ങനെ ആ ട്രെയിനിൻ്റെ ബ്ലൂ പ്രിൻ്റ് അങ്ങോട്ട് നമ്മൾ എടുത്തു, അത് കൊള്ളയടിക്കാനുള്ളത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാശോ കാര്യങ്ങളോ എന്തൊക്കെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മഞ്ഞുള്ള സ്ഥലത്ത് നിന്ന് മാറി ഗ്രീൻലാൻഡിലോട്ട് പോകണം. ഈ മഞ്ഞൊക്കെ മാറി കുറച്ച് പച്ചപ്പുള്ള സ്ഥലത്തോട്ട് പോകാനാവുമ്പോൾ ആഗ്രഹം. നമ്മളെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ബാക്കിയുള്ള എല്ലാവരുടെ ഭാര്യമാരും മക്കളൊക്കെ കൂടെ ഉണ്ട്. ഇവരുടെ കൂടെ നമ്മൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ആണിത്. ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇതുവരെ കളിച്ചിട്ട്. അപ്പോഴേ ഇപ്പോൾ ആ ട്രെയിൻ കൊള്ളയടിക്കാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇത് കയറൊക്കെ എടുത്ത് ഇങ്ങനെ കറക്കി എറിയാനൊക്കെ പറ്റും. ഇപ്പം നമ്മളെ കൂടെ ഉള്ള നമ്മുടെ ആൾക്കാരായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗ്രീൻലാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ കൺട്രോൾ നമ്മളെ കൈ കിട്ടും. പിന്നെ ഓപ്പൺ വേൾഡിലോട്ട് ഇറങ്ങി കാട്ടി കയറി ഉള്ളതിനൊക്കെ ഞാൻ കയറിട്ട് പിടുത്തം പിടിക്കുന്നു. അയ്യോ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. പിടുത്തം എന്ന് പറഞ്ഞുണ്ടല്ലോ, പിടിച്ചിട്ട് കയ്യിൽ പിടിച്ച് കുതിരനെ ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ പറയും കൂടെ തെന്നി വരും. നല്ല രസം. അത് യൂട്യൂബിലെ കുറെ കണ്ടു. അങ്ങനെ മഞ്ഞൊക്കെ മാറി അത്യാവശ്യം മലകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് അധികം ദൂരമില്ല നമുക്ക്. ഇപ്പോൾ ട്രെയിൻ കൊള്ളയടിക്കാനല്ലേ പോണത് തന്നെ. ഇപ്പോൾ വലുതായിട്ട് കൺട്രോൾ കൈ കിട്ടില്ല, അവന്മാരെ കൂടെ പോയാൽ മതി. ഇതൊക്കെ അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത മിഷൻസ് കളിച്ചേ പറ്റുള്ളൂ. ഏതാ മോനെ ഗ്രാഫിക്സ്, സ്ഥലമൊക്കെ നൈസ്. എങ്ങോട്ടാണ്? തമ്മിലൊക്കെ തട്ടുമ്പോൾ കുതിര കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. പിന്നെ വെടിവെക്കുമ്പോഴൊക്കെ ഉള്ള ആ ഒരു എഫക്റ്റ്, ഗ്രാഫിക്സ്, സൗണ്ടൊക്കെ സൂപ്പറാണ്. ഫിസിക്സ് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പറയാം. നമ്മളൊരു ഗെയിം പ്ലേ മൊത്തത്തിൽ ഇതിൻ്റെ എക്സ്പ്ലോറേഷൻ മാത്രം നടത്താം. വെടിവെക്കുമ്പോഴൊക്കെ എങ്ങനെയാണ്? അവിടെ ആരോ നിൽപ്പുണ്ട്. താഴോട്ട് പോകണം. വേണ്ട, ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ശരിയാക്കി തരാം. അവനെ വെടിവെച്ച് കൊല്ലാം നമുക്ക്. അവിടെ പോയി എന്താ പൊട്ടിത്തെറിച്ചത്? അല്ല പിന്നെ അത് ആക്ച്വലി നമ്മുടെ കൂട്ടുകാരാണ്. അവനെ കൊല്ലാൻ പാടില്ല. അതെനിക്ക് ഇപ്പം മനസ്സിലായില്ലേ? പെൻഷൻ വിലയില്ലേ? താഴേക്ക് പോകണം. അപ്പം അതായത് നമ്മുടെ തോക്കിൽ പ്രത്യേകിച്ച് ബോംബും കാര്യങ്ങളൊന്നും ഇല്ല. വെടിയുണ്ട മാത്രമേ ഉള്ളൂ. ഇതുവരെ വെടിവെച്ചിട്ട് എവിടെയും പൊട്ടിത്തെറിച്ചിട്ടില്ല. അപ്പോൾ അവിടെ എന്താ മറ്റേ ഡെറ്റനേറ്റ് ഉണ്ടാവും, TNT. അപ്പോൾ അതിനകത്ത് കൊണ്ടിട്ടായിരിക്കും പൊട്ടിത്തെറിച്ചത്. യെസ്, നൈസ്. കുതിരയൊക്കെ പോണതിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടായി. നൈസ്, എനിക്കിഷ്ടമായി. പൊട്ടിക്കട്ടെ. കണ്ട ആ ചുവന്ന സാധനം കണ്ട? അവിടെയാണ് ഡെറ്റനേറ്റർ ഇരിക്കുന്നത്, ബോംബ് ഇരിക്കുന്നത്. സഹായിക്കണമെന്ന് ആരെ സഹായിക്കാറില്ല, പിന്നെ ഒരു ബോംബ് വയ്ക്കുന്ന കാര്യമുണ്ട് സഹായിക്കാൻ. ഈ ഡെറ്റനേറ്റർ എടുത്ത് വേറെ എവിടെ കൊണ്ടുവയ്ക്കാനാണ് പറയുന്നത്. കണക്ട് ദ വയർ ഡെറ്റനേറ്റർ. ഓക്കെ, വയർ എടുത്ത് ഡെറ്റനേറ്ററിൽ കണക്ട് ചെയ്യുക. ഇത് സ്ലോ മോഷനാണ് മോനെ. ബൈ സ്റ്റോറി ഗെയിം ആയതുകൊണ്ട് കുറച്ച് സ്ലോ മോഷൻ ആയിരിക്കും. പോരാത്തിന് ഇവൻ ഭയങ്കര സ്ലോ ആണ്. ബിഗ് ഉണ്ടായതാണൊക്കെയാണ് അവൻ്റെ സ്വഭാവങ്ങൾ. അതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിരിക്കും. കുറച്ച് ടൈം കൺസ്യൂമിങ്, പക്ഷേ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. കണക്ട് വയർ. ഓക്കെ, കണക്ട് ഏതാ ഒരു സാധനം. നൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകണം. ഇവിടെ പോയിട്ട് ഇനി ട്രെയിൻ വരുമ്പോൾ അവൻ ബോംബ് പൊട്ടിച്ചോളും. അപ്പം നമുക്ക് ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്താൽ മതി. വേഗം പോട്ടെ. നൈസ് അല്ലേ ഗ്രാഫിക്സ് ഒക്കെ? ഐ ലൈക്ക് ഇറ്റ്. ഈ ട്രെയിൻ വരുന്നവരെ കാത്തിരിക്കുക. അതാ വരുന്നത്. ഫസ്റ്റ് നൈസ്. ഫസ്റ്റ് അല്ല, സെക്കൻഡ് ആയിരിക്കും. രണ്ടാമത്തെ അടിപൊളി കോമ്പാറ്റ് മിഷൻ ഇതാണ്. ഏതോ സാധനം അല്ലേ? നൈസ്. എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവൻ ഡെറ്റനേറ്റർ പൊട്ടിക്കുന്നു, നമ്മളെല്ലാവരും കൂടെ കയറി ട്രെയിനിനെ ഹൈജാക്ക് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ട്രെയിനിൽ നമുക്ക് വേണ്ട എന്തോ ഉണ്ട്. പൊട്ടട്ടെ. 3, 2, 1 ഗോ. എന്താ? അയ്യേ പാളിയടാ. ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ഫസ്റ്റ് അടിപൊളി അറ്റാക്കാന്ന് പറഞ്ഞിട്ട് അത് പാളിപ്പോയി.
അതെൻ്റെ തെറ്റാന്ന് പറയുന്നത്. ഞാനാണ് കയറി കിട്ടിയത്. ഷിറ്റ്, നമ്മളാണല്ലോ കയറി കിട്ടിയത്. അത് ശരിയായിട്ടില്ല. അത് കാരണം അത് പൊട്ടിത്തെറിച്ചില്ല. ജമ്പ് ഓൺ ദ ട്രെയിൻ. ഓക്കെ, ചാടണോ? ഇത് ഏത് വഴിയുടെ ചാടുന്ന? ട്രെയിനൊക്കെ അതുവഴി പോയില്ലേ? ഇല്ലില്ലില്ല, ട്രെയിൻ ഇതുവഴിയായിട്ടാ പോണോ? അപ്പൊ ഇതുവഴി ചാടണോ? എൻ്റെ പൊന്നെ, ട്രെയിനിൻ്റെ വണ്ടേ ചാടി കയറണോ? ഏടാ നൈസ്. ഒരുത്തൻ താഴെ പോയി. 3 പേര് ചാടി. അല്ല, ഒരുത്തൻ താഴെ പോയി. നമ്മൾ 2 പേരേ ഉള്ളൂ. ഒരുത്തൻ ഇപ്പൊ ചാവും. ഓക്കെ, ഇവരെ നമ്മൾ രക്ഷിക്കുകയാണ്. അങ്ങോട്ട് കേറി വാടാ. ഇന്നല്ലേ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. കിടന്ന് അലറാതെ കേറങ്ങോട്ട്. എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഒന്നും കൂടി നൈസായി. അവിടുന്ന് ബോബ് പൊട്ടിച്ച് എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്നതിലും നല്ലത് നമ്മൾ വേറൊരുത്തിനൂടെ മാത്രം. നമ്മൾ ഒറ്റയ്ക്ക് മതിയായിരുന്നു. പോയിട്ട് ആ ട്രെയിനെ പിടിക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് ട്രെയിൻ നിർത്തണം. ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വേറെ എവിടെയെങ്കിലും പോകും. നമ്മൾ ടീം വേറെ എവിടെയെങ്കിലും ആവും. അങ്ങനെ താഴെ ഇറങ്ങണം. ഓക്കെ, നോക്കട്ടെ. ട്രെയിനിന്റെ ഇന്റീരിയർ ഒക്കെ കണ്ട നൈസ്. ഒരു രസമില്ലേ? പഴയ ഒരു ബ്രിട്ടീഷ് വൈബ്. അതുണ്ടോ വലിയ തോക്കെടുക്കാം. ഇങ്ങോട്ട് ഓടാ അനങ്ങാതെ നിന്നിട്ട് ഒരു വെടി വെക്കാൻ പറ്റിയില്ല അവനെ കൊണ്ട്. ഓടിപ്പോട്ടെ. വൈദബ ഇവൻ ഭയങ്കര സ്ലോ മോഷനാണ്. ഒരുത്തനും കൂടെ ഉണ്ടല്ലോ അവിടെ. കിട്ടിയില്ല. മേടിച്ചോ. നെക്സ്റ്റ്. അവിടെ ഒരുത്തിനും കൂടെ നിപ്പുണ്ട്. ഒന്നല്ല, 2 പേരുണ്ട് തോന്നുന്നുണ്ട്. ഇല്ല, ബുള്ളറ്റ് പിയേഴ്സിങ് ഒന്നുമില്ല. അത് അവൻ്റെ ഒരു കാല് കാണുന്നുണ്ട്. തല പുറത്തിട കൈ കാണിച്ച് ഡാൻസ് കളിക്കുന്നവൻ അവിടുന്ന്. കറക്റ്റ് റീലോഡ് ചെയ്യുമ്പോഴേ വരുള്ളൂ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരുത്തിനും കൂടെ നിപ്പുണ്ട്. ഇപ്പൊ തല പുറത്തിടും അവൻ. എന്നെ വിളിച്ചോ. സോ ഈസി, അത്രേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ ഫസ്റ്റ് ആയിട്ട് വലിയ ഡിഫിക്കൽറ്റി ഉണ്ടാവൂല. എന്താ ചെയ്യേണ്ടത്? മുന്നോട്ട് പോകാൻ ഡോറൊന്നും കാണുന്നില്ലോ. ഇതിന്റെ മണ്ടേ കയറണം കേട്ടോ. അതാണ് പോട്ടെ. മണ്ടയിലേക്ക് കയറട്ടെ. എന്നെ വിളിച്ചോ. അത് അവനും കഴിഞ്ഞ്. താഴെ ഒരുത്തനുണ്ട്. കുറച്ചുകൂടി പൊക്കി വെച്ചടിക്കണം. കഴിഞ്ഞ് 162 ഉണ്ട്. ഉണ്ടാകുന്നൊരു പ്രശ്നമല്ല. നൈസല്ലേ? ആ ഒരു ആംബിയൻസും സൗണ്ടും കാര്യങ്ങളൊക്കെ പൊളിയടാ. ശരിക്കും കളിക്കുന്നതിൻ്റെ ആ ഒരു ഫീലുണ്ട്. ഇനിയിപ്പോൾ എങ്ങോട്ടാ പോകേണ്ടത്? ഫ്രണ്ടിൽ എഞ്ചിനുണ്ട്. അവിടെ ചെന്ന് ട്രെയിൻ ഓഫ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. കുട്ടി ഓരോ സ്ഥലത്ത് ഒളിച്ചിരിക്കുമല്ലേ കൽക്കരിമാനൊക്കെ. കൊടു റിവേഴ്സ് ദ ഗ്രാഫ്. വിടടാ ഒന്ന്. കഴുത്തി കെട്ടിപ്പിടിച്ച് നിൽക്കാതെ വിട്. നൈസ്. ഇടിച്ചപ്പോൾ തൊപ്പിയൊക്കെ തെറിച്ച് വേണ്ട. ഇത് ഓരോ സ്വിച്ച് ഞാൻ ഞെക്കുന്നതനുസരിച്ച് അവൻ്റെ മുഖത്ത് ഇടിക്കുള്ളൂ. എടുത്ത് വെളി കളടാവനാ. അത്രേ ഉള്ളൂ. ഓക്കെ, തോക്കെടുക്കണം. വേണ്ട, താഴെ അതുകൊണ്ട് പോട്ടെ. ഫൈനലി നമ്മൾ ട്രെയിൻ നിർത്താൻ പോകണം. സ്റ്റോപ്പ് ദ ട്രെയിൻ. നൈസ്, ഐ ലൈക്ക് ഇറ്റ്. കഴിഞ്ഞില്ല. ഇതെന്താണ് മ്യൂസിക്? ട്രെയിനകത്ത് ഇനി ആൾക്കാരുണ്ട് കേട്ടോ. ട്രെയിൻ നിർത്തിയപ്പോൾ അവന്മാരെല്ലാം കൂടെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നേക്കുക. ഇത്രയും ഗാർഡ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാവും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെടിവെച്ച് തന്നെ ഇടാൻ പറ്റുമോ? എന്നാ വിളിച്ചോ. പൊട്ടിക്ക്. നെക്സ്റ്റ്. അവൻ താഴെ വീണു. അത് നമ്മുടെ ആളാണ്. പൊട്ടിക്ക്. ഒന്നും കൂടെ റീലോഡ് ചെയ്യണം വേഗം. അയ്യോ, അവൻ പോയി. ഇങ്ങനെ പൊട്ടിക്കിട്ടി. എൻ്റെ എയിമിങ് എങ്ങനെ ഉണ്ട്? നേരെ എണീക്കുന്നു, പൊട്ടിക്കുന്നു, അപ്പോഴേ ഇരിക്കുന്നു. അടുത്ത ഇവിടെ അവിടെ എയിം ചെയ്ത് പൊട്ടിക്ക്. ഒന്നുകൂടെ. കഴിഞ്ഞാ ഇനി കുറച്ച് ദൂരെയാണ്. അവന്മാർ അടുത്തോട്ട് പോലെ പരിപാടി നടക്കുള്ളൂ. അവിടെ പോയി അതാ അടുത്തവർ ചാടി ഇറങ്ങി. പൊട്ടിക്ക്. മരത്തിൻ്റെ അവിടെ പോയി കുറച്ച് വിടുന്നു. പൊട്ടിക്ക്. ചത്തില്ല. പൊട്ടിക്കട. ഇവിടുന്ന് കുറച്ച് മേലെ പോയിട്ട് അടിക്കുക. ഇവിടുന്ന് കറക്റ്റ് വ്യൂ കിട്ടുന്നില്ല. അങ്ങോട്ട് ഓടെ. എന്ത് സ്ലോ മോഷൻ. നൈസ്. ചത്തില്ല അവൻ. ഇവിടുന്ന് പൊട്ടിക്കട്ടെ. ഒരു ടെൻഷനൊന്നും കിട്ടാം. ഭയങ്കര കൂളായിട്ടാണ് ചെക്കൻ വെടിവെക്കുന്നത്. അവൻ്റെ വെടിവെപ്പ് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു സമാധാനമുണ്ട്. നെക്സ്റ്റ്. നമ്മുടെ ആൾക്കാർ വന്നിട്ടോ. കുതിരപ്പുറത്ത് വരുന്നുണ്ട് അവന്മാർ. നൈസ്. അത് കണ്ടില്ലേ? ഈ അതിന്റെ ഫ്രണ്ടിലൊരു ചില്ല നിപ്പുണ്ടായിരുന്നു. ആ ചില്ലയിൽ വെടിവെക്കുമ്പോൾ ചില്ലയിൽ തട്ടി വെടിയുണ്ട നിൽക്കുക. അവിടെ എത്തുന്നില്ല കറക്റ്റ്. നൈസ്. അത്രേ ഉള്ളൂ. ഓക്കെ, പരിപാടി കഴിഞ്ഞു. നമ്മുടെ ആൾക്കാർ ഒന്ന് കറങ്ങി കൊന്നവന്മാർ. ഇനി അങ്ങോട്ടേക്ക് പോകാനാണ് പറയുന്നത്. അതായത് കൊള്ള സംഘം. പണ്ട് കാലത്ത് പിന്നെ വലുതായിട്ട് ഇതായി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പോയിട്ട് എടുക്കുക. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ആ ഒരു സെറ്റപ്പാണ്. വെടിവെക്കുമ്പോൾ കുതിരയൊക്കെ അടിയുണ്ടായിരുന്നു. നൈസ്. ഓക്കെ, അതിനകത്ത് ഈ വലിയ ആൾക്കാരല്ലേ നമുക്ക് വേണ്ട സാധനം കൊണ്ട് ആൾക്കാരെ ഒളിച്ചിരിക്കുക. അപ്പോൾ അവന്മാരെ പുറത്തിറങ്ങാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇനി എൻ്റെ വിട്ടുക. ഞാൻ ഇപ്പോൾ ഇറക്കി തരാം. അവന്മാരെ വെടിവെച്ച് പിടുന്നു വയ്ക്കണേ. ഞാനുണ്ട്.
ഓ ഇല്ല, വെടിവെച്ചിട്ട് കാര്യമില്ല. ബുള്ളറ്റ് പ്രൂഫാണ് ട്രെയിൻ, ഇരുമ്പല്ലേ. ബോംബ് വയ്ക്കാൻ പോവാം. കാണിച്ചു തരാം. മര്യാദക്ക് ഡോർ വർക്കുള്ളതിന് ബോംബ് വെച്ച് പൊട്ടിക്കണം. പ്ലേസ് ദ ഡൈനമൈറ്റ്. ഓക്കെ ആർട്ടി വെക്കടാ. ഹലോ ഹലോ സാർ. ഓക്കെ വെച്ച് ലൈറ്റ് ദ ഫ്യൂസ്. ഓക്കെ തീയും കത്തിക്കണോ ഇതിന്? നൈസ്. സൂപ്പർ. അത് കണ്ടില്ലേ, കാറ്റ് തടഞ്ഞു വരിക്കാൻ വേണ്ടി കൈ വെച്ച് കത്തിച്ചത്. നൈസ്. ഓടിക്കോ. ഓടാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഉണ്ണിയേട്ടനായിരിക്കും, ഞാനാ ഫസ്റ്റ്. പൊട്ടണം നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഏടാ മോനെ നൈസ്. ഫയർ, കുറച്ച് സ്മോക്ക്. ആ സൗണ്ട് കേട്ടായിരുന്നാ, എക്കോ പോലത്തെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. നൈസ്. മസ്റ്റായിട്ടും കളിച്ചിരിക്കുക, അതിനുള്ള സാധനം ഉണ്ട് ഇതിനകത്ത്. അമ്മർക്ക് അകത്ത് ഒളിച്ചിരുന്നാൽ പോലും ഇത്ര നേരം വരാതെ. ഡോർ തുറക്കാനുള്ള ചാവിയില്ലായിരുന്നു തോന്നുന്നു. ബോംബ് വെച്ച് പൊട്ടിച്ചാലേ പുറത്ത് വരുള്ളൂ. ഇനി ഇതിനകത്ത് കയറിയിട്ട് എന്തോ സാധനം തപ്പിയെടുക്കാനാണ് പറയുന്നത്. ഏടാ ട്രെയിനിനകത്ത് പാലസ് ഉണ്ട്. ഒരു സിഗരറ്റ് എത്തിച്ചിട്ട് മാസായിട്ട് എളിയാം. ഈ മോസ് കരിസ്മാറ്റിക്. ഇവിടെ എവിടെയോ ഒരു സാധനമുണ്ട്, തുറക്കാൻ പറയുന്നുണ്ട്. നോക്കട്ടെ. മൊത്തം ബുക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഡോളേഴ്സ് അല്ല, എന്തോ പേപ്പർ കിട്ടിയോ? എന്തോ ബോണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിന് വേണ്ടിയിട്ടാണോ വന്നത്? യാ കിട്ടിയെന്ന്. അതെടുക്കാനായിട്ടോ വന്നത്. ഈ 4 കഷ്ണം പേപ്പർ എടുക്കാനാണോ ഇത്രയും വലിയ ട്രെയിനൊക്കെ കുത്തി തന്നത്? വല്ല അതിൻ്റെ ആധാരമായിരിക്കും. എന്താ കിട്ടിയെന്ന്? കുറച്ച് പേപ്പർ കിട്ടി മാമ. ഇന്ന് രാവിലത്തെ ന്യൂസ് പേപ്പർ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ബോണ്ട് എന്താണെന്ന് അറിയായിരിക്കുമല്ലോ. ഈ FD ഒക്കെ ഇടുന്ന കണക്കത്തെ എന്തോ ഒരു ഇൻവെസ്റ്റ്മെന്റ് പരിപാടിയാണ് ബോണ്ട്. ഓക്കെ, ഇവരെന്ത് കേട്ടെന്ന് കൊല്ലണ്ടടാ പാവങ്ങള്, വെട്ടുകളാ. 4 പേപ്പർ കൊണ്ടുപോയി എന്തിനാ പാവങ്ങളെ കൊല്ലണത്? നമ്മളത്ര ക്രൂരനല്ല. പേടിപ്പിച്ചു അവന്മാരെ ട്രെയിനിൽ കയറ്റിയിട്ട് കളയാനാ പറയുന്നത്. കൊല്ലണേ കൊല്ലാ കേട്ടോ, പക്ഷെ ഞാൻ കൊല്ലുന്നില്ല. ട്രെയിനിൽ കയറ് സ്വഭാവമായിരിക്കും. ട്രെയിനിൽ കയറാ. നിന്റെ അടുത്ത് ഇനി പ്രത്യേകം പറഞ്ഞോ, ട്രെയിനിൽ കയറാ. ആ ഡയലോഗ് പിന്നെ അടിക്കാം. കയറ്. വെടി വെച്ചാലേ ചിലത് കാത്തു കയറുള്ളൂ. യെസ്, ഗോ ടു ദ എഞ്ചിൻ കാർ ടു സ്റ്റാർട്ട് ദ ട്രെയിൻ. ഓക്കെ, എഞ്ചിൻ കാർട്ടിലോട്ട് പോകണം. എന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ എടുക്കാനാണ് പറയുന്നത്. കുതിര ഓടി നമ്മൾ പിറകെ വരുന്നുണ്ട്. സ്ലോ മോഷനൊക്കെ പിന്നെ മോനെ ഇതൊന്ന് ഓട്ടിക്കുമോ? സ്റ്റാർട്ട് ദ ട്രെയിൻ. ഈ ട്രെയിനിൻ്റെ കൂടെ നമ്മളിനി പോവാവോ? കിളിയൊന്നും ലൂസിലടിക്കാൻ. ആ ഫ്രെയിമൊക്കെ നൈസ് കേട്ടോ. ഭയങ്കര ഒരു മൈൻഡ് പീസ്ഫുൾ ആവുന്ന രീതിക്കുള്ളൊരു ഗെയിമാണ്. അപ്പം കഴിഞ്ഞു ട്രെയിനെ വിട്ടു, നമ്മൾ കൂടെ പോയില്ല. നമ്മളെന്ത് നല്ല ആളാന്നണ്ട, കൊന്നില്ലാരെ സംഭവം. ശരി, ഇവർ പോകുമെന്ന് പറഞ്ഞായിരുന്നു ഗ്രീൻലാൻഡിലോട്ട്. അപ്പോൾ എല്ലാവരും കൂടെ പാക്കപ്പ് ചെയ്ത് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോവുക കേട്ടോ. ഇവിടുന്ന് ബോണ്ട് കിട്ടിയപ്പോൾ കാശ് കിട്ടി, നോട്ട് ദ പോയിന്റ്, പൈസ കിട്ടി. ഇനി പോവാം. പോവാ. എന്ത് ശാന്തസുന്ദരമായ അന്തരീക്ഷം. ഇതൊക്കെ കളിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ആ ഗ്രാഫിക്സ് നോക്കുക, ആ സ്ഥലങ്ങൾ നോക്കുക, ആ മ്യൂസിക് നോക്ക്. വാവ്. കുറച്ച് ടൈം വേണം കേട്ടോ, വെറുതെ അങ്ങ് കളിക്കാൻ പറ്റത്തില്ല. കുറച്ച് സമയം എടുത്തിരുന്ന് തന്നെ എൻജോയ് ചെയ്ത് കളിക്കണം. ഇതിപ്പോൾ കൺട്രോൾ എൻ്റെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് കുളമല്ലേ ഇതിന്. നമുക്ക് നൈസ് വെള്ളത്തിലൊക്കെ ഇറങ്ങുന്ന കഴിയുള്ളൂ. ഇത് വലത്ത് ചാടി നോക്കട്ടെ, നമുക്ക് വെള്ളച്ചാട്ടത്തിലോട്ട് കൊള്ളാമോ നോക്കട്ടെ, എങ്ങനെ വർക്കാവുന്നു. വലത്തോട്ട് പോകുതിര. പോട്ടെ നിർത്തണ്ട. പോ ഇവിടെ അല്ല, പിന്നെ നമ്മളിതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടേ പോവുള്ളൂ. കുതിര കറക്റ്റ് കുളത്തിലോട്ട് പോയി, പക്ഷെ തോറ്റു. പക്ഷെ താഴെ വീണു. കൊള്ളാം, മിഷൻ ഫെയിലായി. പോട്ടെ ഏടാ അതുണ്ട്, ടയറൊക്കെ ഇളകി പോയി പണ്ടാരം. അത് പോയി നോക്കാൻ പറയുന്നുണ്ട്. അവന്മാരെല്ലാം കൂടെ അത് പൊക്കി പിടിച്ച് തരും. നമ്മളിപ്പോൾ ഈ ടയർ എടുത്ത് അതിനകത്ത് ഫിറ്റ് ചെയ്യണം. നൈസ്. ഇത്ര റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യണോ പണ്ടാരം? ഇതെല്ലാം പണിയും ചെയ്യണ്ടേ? സ്വന്തം ജീവിതത്തിൽ പണിയെടുക്കാൻ വയ്യാത്തോണ്ട ഗെയിം കളിച്ചിരിക്കുന്നത്. അവന്മാർ ഇതിനകത്ത് പണിയെടുപ്പിക്കാണല്ലോ. നൈസ്. ഇതൊക്കെ ഫുള്ള് കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ അല്ല, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കൊടു പിടിച്ച് കയറ്റി ടയറൊക്കെ ശരിയാക്കി. നൈസ്. ആ ഒരു മഞ്ഞൊക്കെ പോണണ്ട, കോട മഞ്ഞൊക്കെ അടിപൊളി. ഐ ലൈക്ക് ഇറ്റ്. അടിപൊളി. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ തട്ടാതെ മുട്ടാതെ വളരെ ശക്തവും വ്യക്തമായിട്ട് ഇടത്തോട്ട് പോകുതിരേ. പണ്ടാരം ഇടത്തോട്ട് പോയി. വലത്തോട്ട്. ഇത് വിചാരിക്കുന്നതൊക്കെയല്ല കേട്ടോ, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഈ കുതിര ഓട്ടിക്കാൻ, ഈ കാർട്ട് വലിച്ചുകൊണ്ട് പോകാൻ. ഇതൊക്കെ സ്കില്ല് വേണം. ഓക്കെ, അടിപൊളി ഡ്രൈവിംഗ് ആയിട്ട് ഞാനത് ഇതിനകത്ത് വീഡിയോയിൽ കൊടുക്കുന്നില്ല. പിന്നെ ഫൈനലി തട്ടാതെ മുട്ടാതെ വളരെ ശക്തവും വ്യക്തവുമായിട്ട് കുതിരയെ ഓട്ടിച്ച്
ഹോം സ്വീറ്റ് ഹോം. നമ്മൾ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇനി ഇവിടുന്ന് ഗ്രീൻലാൻഡ് എത്തി. കണ്ടില്ലേ ഗ്രീൻലാൻഡ്? ഇവിടെ മഞ്ഞൊന്നുമില്ലല്ലോ, പിന്നെ ഇനി എത്തിയോന്ന് ആരും ചോദിക്കരുത്. അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് കൺട്രോൾ കിട്ടും. ഓപ്പൺ വേൾഡിലോട്ട് ഇറങ്ങിയിട്ട് മറ്റേ കയറ് പിടിക്കുന്ന പരിപാടിയും നാട്ടുകാരെയൊക്കെ വെടിവെച്ച് കൊല്ലലും ഇതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് അവിടെ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് കാര്യങ്ങളൊന്നും ചെയ്യാൻ മറക്കണ്ട. ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ see you.